പിറ്റേ ദിവസം രാവിലെ പ്രകൃതി ഭംഗി ഒപ്പിയെടുക്കാനായിട്ട് ക്യാമറ കണ്ണുമായിട്ട് വന്ന് എനിക്ക് കിട്ടിയ കാഴ്ച ഏതാണെന്നല്ലേ, ഇതാ ദൂരെ കണ്ടില്ലേ, അത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും വീഡിയോയിൽ കാണില്ലായിരിക്കും, പക്ഷേ വളരെ വ്യക്തമായും സ്പഷ്ടമായും ഞാൻ കണ്ടിരുന്നു. എന്താണെന്നുള്ളതല്ലേ, വളരെ വിശാലമായി കിടക്കുന്ന ഒരു സെമിത്തേരി, അല്ലെങ്കിൽ ശ്മശാനം, സെമിട്രി എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ആ കാണുന്ന റോഡിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് കേട്ടോ. കുറച്ച് മരങ്ങളൊക്കെ നിന്ന് ഒന്ന് പകുതി മറഞ്ഞ രീതിയിലാണ് നിൽക്കുന്നതെങ്കിലും എൻ്റെ കണ്ണുകൾ വളരെ വ്യക്തമായി തന്നെ അതൊക്കെ പകർത്തിയെടുത്തു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലത്തെ കണി അതായിരുന്നു തന്നെ പറയാം. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് കിടക്കാം. ഞാൻ തലേദിവസം വന്നപ്പോൾ തുടങ്ങി ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നത്. ഓണർ വന്ന് പറഞ്ഞു, മുകളിൽ ടെറസിൽ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റും, കൂർഗ് മൊത്തത്തിൽ കാണാൻ പറ്റുന്നത്. അങ്ങനെ മുകളിലേക്ക് ഞങ്ങൾ കയറിപ്പോയതാണ് കേട്ടോ. റെഡി ആയിക്കോ കഴിഞ്ഞ് മുകളിലും താമസക്കാരുണ്ടായി, അവരൊക്കെ പുറത്ത് പോയ സമയത്താണ് നമ്മൾ കയറി വന്ന് വീഡിയോ എടുത്തത്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇറങ്ങണം കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് ചെറിയൊരു വാട്ടർഫാൾ കാണാനായിട്ട് പോകാമെന്ന് പറഞ്ഞു. അബി വാട്ടർഫാൾ എന്നാണ് പേര്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമ്മറായ കാരണം കൊണ്ട് കാര്യമായിട്ട് അവിടെ വെള്ളമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ സാരമില്ല, വെള്ളം എന്തായാലും ഒരു ഇത്തിരിയെങ്കിലും വരണ്ടാവുമല്ലോ, അവിടെ നിന്ന് ചുമ്മാ കളിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചേ. ശരിക്കും കൂർഗ് കാണാൻ ഏറ്റവും ഭംഗി വിൻ്റർ അല്ലെങ്കിൽ റെയിനി സീസണിലാണ് കേട്ടോ. ആ സമയത്ത് വന്നാൽ ഇതുപോലെ വാട്ടർഫോൾ ആയാലും നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയേക്കണം. ഉടുപ്പിയിൽ കയറി നോക്കി, അവിടെ ഒന്ന് ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സ്ഥലമില്ല എന്ന് പറഞ്ഞ പോലെ ആൾക്കാർ, ഭയങ്കര തിരക്കും കാര്യങ്ങളും. അവിടെ നിന്ന് വേഗം ഇറങ്ങി, അടുത്തൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായി. അടുത്ത് തന്നെ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടൽ സുജാതയിൽ വന്നു കേട്ടോ. ചെറിയൊരു ഹോട്ടലാണ്, പിള്ളേർക്കൊന്നും പിടിച്ചില്ല. അവർ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കയറുന്നത്. അവർ കുറച്ച് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ കയറിയിരുന്നു. മോൾക്ക് ഇഡ്ഡലി വലിയ പിടിച്ചില്ല, വട കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനും മോനും മദാലസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മോന് പാവ് ഭാജി വേണമെന്ന്, അതിപ്പോൾ ഇവിടെ കിട്ടാൻ രക്ഷയില്ല. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 പേര് കഴിച്ചിട്ട് 350 രൂപയായിട്ടുള്ളൂ കേട്ടോ ബില്ല്. എന്തായാലും ഹോട്ടൽ വലിയ സ്റ്റൈലല്ലെങ്കിലും ഞങ്ങൾ കുറച്ച് സ്റ്റൈലാക്കാമെന്ന് വിചാരിച്ചിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അന്തന്മാരെ പോലെ ഇരിക്കണം. അപ്പോൾ ഇനി നേരെ അബി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവാണ്. കുറച്ചധികം നേരം കാറിലിരിക്കേണ്ടി വന്നു കേട്ടോ. മോളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൽ കയറി കഴിഞ്ഞാൽ ആൾ ഡൗൺ ആയി. അവിടെ നിന്ന് നമ്മൾ എത്തേണ്ട ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഉഷാറായി. അങ്ങനെയായിരുന്നു മൊത്തം ട്രിപ്പിലവൾ. അപ്പോൾ ഇവിടുത്തെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ, അതും ഓടിട്ടതൊക്കെയാണ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ ഇവിടുത്തെ റോഡ്, വളവ് തിരിവ് കയറ്റം ഇറക്കം ഇത് തന്നെയുള്ളൂ കേട്ടോ. വളഞ്ഞ് പാമ്പ് പോണ പോലെ പോകണ്ടായിരുന്നേ. നമ്മുടെ ഡ്രൈവർ എന്ന് വെച്ചാൽ ഭയങ്കര ഇതാണല്ലോ അവരുടെ ജോലി, അതുകൊണ്ട് തന്നെ പ്രോ ആയിരിക്കും. നല്ല സ്പീഡിൽ കത്തിച്ച് വിടും. ഞാൻ വിചാരിക്കും, ദൈവമേ ഈ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴേക്കും എനിക്ക് പേടിയാവും. എപ്പോഴേ എൻ കൺമുന്നാടി വന്ന് നിൽപ്പേന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഹോം സ്റ്റേ എവിടെ തിരിഞ്ഞാലും കാണാം കേട്ടോ. ഇതാണെന്ന് വെച്ചാൽ എനിക്ക് കാണുമ്പോൾ ഒരു നഷ്ടബോധമാണ്. ഞാൻ ആഗ്രഹിച്ച പോലെയുള്ളൊരു ചുറ്റുപാടും കാര്യങ്ങളുള്ളൊരു ഹോം സ്റ്റേ ആയിരുന്നു കേട്ടോ അത്. ആ ഒരു വിഷമത്തിൽ ഫ്രണ്ടിലേക്ക് നോക്കിയപ്പോൾ ആളും അതന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂർഗിലെ തന്നെ ഒരു ഹയസ്റ്റ് പോയിന്റിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെയുള്ള ഇത് കണ്ടില്ലേ, മൊത്തം ഇത് കാണാൻ പറ്റും. എന്തായാലും ഇതൊരു ഹിൽ സ്റ്റേഷനാണല്ലോ കൂർഗ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ മലയും കുന്നൊക്കെ ഇടിച്ച് നികത്തി അവർ ബിൽഡിങ്ങുകൾ വെച്ചേക്കാണ്. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കാണാം ഈ മലകളുടെയൊക്കെ അവശിഷ്ടമല്ല, ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഈ ഒരു വീട് കണ്ടില്ലേ, ഇത് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം അതിൻ്റെ മൊത്തം പെയിൻറ്റിംഗ് ഒക്കെ കണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്, പാമ്പിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ. പിന്നെ ഇവിടെയുള്ള എല്ലാ ഷോപ്പിൻ്റെ മുമ്പിലും കാണാൻ പറ്റുന്നൊരു സാധനമാണ് ഇവിടെയൊക്കെ നിറച്ച് കിടക്കുന്ന കണ്ടില്ലേ, കൈ വെച്ചുണ്ടാക്കിയിട്ടുള്ള തരത്തിലുള്ള കുറേ ബാസ്ക്കറ്റ് മാത്രമല്ല കേട്ടോ, കുറേ വേറെയും സാധനങ്ങളുണ്ട്, അതൊക്കെ കാണാം. എനിക്കത് വാങ്ങിക്കുന്നുണ്ടായി, പക്ഷേ എവിടെയും വണ്ടി നിർത്തി കിട്ടിയില്ല. അത് ഈ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും മല ഇടിച്ച് ഇതിങ്ങനെ അവർ നിരപ്പാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. ഇനി ഇവിടെയൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഇവിടെയൊക്കെ എന്തെങ്കിലും ഇതുപോലെ ഹോട്ടലുകളും വീടുകളോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞ പറമ്പിലൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂക്കൾ നിൽക്കുന്നതാണ് കേട്ടോ. ഇത് പാർക്കാണ്, അതല്ലാണ്ട് ഒരു പൂവുണ്ട് അവിടെ, അത് വൈകിട്ട് അങ്ങോട്ട് ആകുമ്പോൾ വിരിഞ്ഞ് നിൽക്കും. രാവിലെ നോക്കുമ്പോൾ കൂമ്പി വാടി താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കണം. അതായത് ഈ ഒരു കയറ്റവും ഇത് കണ്ടില്ലേ, ഇറക്കം ഒട്ടുക്കത്തെ വളവൊക്കെയാണ് കേട്ടോ, നല്ല വളവാണ്. അങ്ങനെ ഞങ്ങളിതാ അബി ഫാൾസിൽ എത്തിയിട്ടില്ല, എത്താനായിട്ട് ഒരു 2 കിലോമീറ്ററോളം കണ്ട് നമ്മൾ നടന്നു പോകാനുണ്ട്. കുറേ സ്റ്റെപ്സാണ് കേട്ടോ, ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങണം. കുറേ ആൾക്കാർ കണ്ടു കഴിഞ്ഞ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴും മനസ്സിലായത് അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ടെന്ന്. അവിടെ ഇത് എവിടേക്കാ വരണേ?
വെള്ളം അധികം ഇല്ലെങ്കിലും ഉള്ള വെള്ളത്തിൽ ഇറങ്ങി കളിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ പിന്നെ മനസ്സിലായി ആ ഭാഗത്തേക്കൊന്നും പോകാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് കണ്ട് ഫോട്ടോ എടുത്ത് സായുജ്യം അടയാമെന്ന് വിചാരിച്ചു. ഈ കണ്ട വഴി നടക്കണതിന് പകരമായിട്ട് സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ധൈര്യമുള്ളവർക്ക് അതിൽ കയറി വരാം. പിന്നെ സ്റ്റെപ്സൊക്കെ ആയിട്ട് ആ മുകളിൽ കയറി അവിടെ പോയി നിന്ന് കാണാം, ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷെ തീരെ ഇങ്ങനെ വെള്ളമില്ലെങ്കിലും എത്ര ആൾക്കാരെ ഇവിടേക്ക് ഒഴുകി വരണ്ടേന്ന് അറിയോ? നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നല്ല മഴക്കാലത്തുള്ള ഈ ഒരു വാട്ടർഫാളിൻ്റെ അവസ്ഥ കേട്ടോ. നല്ല ഇങ്ങനെ പതപതഞ്ഞുള്ള വെള്ളം കുത്തി ഒഴുകി വരുന്നത് കാണാം. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.